Dear students, last class we discussed ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം എങ്ങനെയാണ് ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് അതിലെ ടോട്ടൽ അപ്രോച്ച് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലെ. ടോട്ടൽ അപ്രോച്ചിലേക്ക് എങ്ങനെയാണ് ഇക്വിലിബ്രിയം എത്തുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഓരോ ഫേംസും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് അല്ലെ. ഇന്നലെ ഡയഗ്രം വരച്ചിട്ട് കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർജിനൽ അപ്രോച്ച് ആണ്. ഓക്കെ, അതായത് ഇക്വിലിബ്രിയം ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം, ദാറ്റ് ഈസ് മാർജിനൽ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് മാർജിനൽ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെ. മാർജിനൽ റവന്യൂയും മാർജിനൽ കോസ്റ്റും. ഇപ്പൊ ടോട്ടൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്താം, ടോട്ടൽ റവന്യൂ കർവിന്റെ സ്ലോപ്പും ടോട്ടൽ കോസ്റ്റ് കർവിന്റെ സ്ലോപ്പും തുല്യമാവുന്നത്. ടോട്ടൽ റവന്യൂ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഈസ് മാർജിനൽ റവന്യൂ. ദെൻ ടോട്ടൽ കോസ്റ്റ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പൊ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് അഡീഷണൽ റവന്യൂ അക്വയർഡ് ബൈ ദ ഫേം ബൈ സെല്ലിംഗ് വൺ മോർ യൂണിറ്റ് ഓഫ് എൻ ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് അധികമായിട്ട് വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന അധിക വരുമാനമാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ദെൻ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, ദാറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് incurred by the firm by producing one more unit of an output. അല്ലെ, ഒരു യൂണിറ്റ് അധികമായിട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉണ്ടാകുന്ന അധിക കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ അപ്രോച്ച് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് അപ്രോച്ച് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇക്വിലിബ്രിയം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇന്നലെ ചെയ്തതുപോലെ തന്നെ രണ്ട് ആക്സിസ് എക്സും വൈ ആക്സിസ് എക്സ് ആക്സിസ്. X and Y. X axis measure ചെയ്യുന്നത് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, then Y axis മെഷർ ചെയ്യുന്നത് പ്രൈസ് ഓർ റവന്യൂ. പ്രൈസും റവന്യൂവും എല്ലാം ഇവിടെ മെഷർ ചെയ്യുന്നത് Y axis മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റില് ഒരു ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആൾസോ MR അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈസ് P എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വരും. ഓക്കെ, ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന ഈ ലൈനാണ് ഡിമാൻഡ് കർവ് ഓഫ് ദ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം. സോ നമുക്കറിയാം ഡിമാൻഡ് കർവ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ആണ് അല്ലെ. സോ ഇവിടെ നമുക്കത് എഴുതാം, ദാറ്റ് ഈസ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു marginal revenue, that is equal to price of the commodity. Okay, അപ്പൊ ഈ മാർജിനൽ അപ്രോച്ചില് എങ്ങനെയാണ് ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നുണ്ടാവുക? നമ്മൾ കണ്ടതാണ്
ഒരു ഫേമിന് ലഭ്യമായിട്ടുള്ള ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഔട്ട്പുട്ടുകളും മാർക്കറ്റ് പ്രൈസിൽ വിൽപ്പന ചെയ്യാൻ കഴിയുമ്പോൾ ആ ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. ആ ഒരു കാര്യം പറഞ്ഞു, ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് അവിടെ ഇക്വിലിബ്രിയം ഓരോ ഫേമും കൈവരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഒക്കെ പഠിച്ച ഷോർട്ട് പീരീഡിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് രണ്ട് ഇൻപുട്ടുകൾ ഉണ്ട്, വേരിയബിൾ ഇൻപുട്ടുകളും ഫിക്സഡ് ഇൻപുട്ടുകളും. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ 3 സ്റ്റേജസിലൂടെ പ്രൊഡക്ഷൻ കടന്നു പോകുന്നുണ്ട്. അതിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആവറേജ് കോസ്റ്റ് കർവും മാർജിനൽ കോസ്റ്റ് കർവും ഒക്കെ എന്താണ്, യു ഷേപ്ഡ് കർവുകളാണ്. അപ്പൊ നമുക്ക് ആ ആവറേജ് കോസ്റ്റ് കർവും മാർജിനൽ കോസ്റ്റ് കർവും ഈ ഒരു ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഈ യു ഷേപ്പിൽ കാണാം, ദാറ്റ് ഈസ് ആവറേജ് കോസ്റ്റ് കർവ് ഓഫ് ദ ഫുഡ്. ആവറേജ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് യൂണിറ്റ് കോസ്റ്റ് അല്ലെ. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഫേമിന് വരുന്ന ചെലവാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫേം അഡീഷണൽ ആയിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ടോ അതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർജിനൽ കോസ്റ്റ് കർവ് യു ഷേപ്ഡ് കർവാണ്. അത് ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം പോയിന്റിലൂടെ ഇന്റർസെക്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യും. So this is the marginal cost curve. Okay, അപ്പൊ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ ശ്രദ്ധിക്കാം, ഈ ഒരു പോയിന്റില് ആവറേജ് കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും തുല്യമാണ്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തുല്യമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് ഒരു യൂണിറ്റ് അധികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്മോഡിറ്റിയുടെ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അധിക ചെലവിനോട് തുല്യമാവുന്ന അവസ്ഥ. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നേരത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ദാറ്റ് ഈസ് MC is equal to M1. MC is equal to M1. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ദാറ്റ് ഈസ് നമുക്കിവിടെ C എന്നുള്ള പറയുന്ന പോയിന്റ്, C എന്ന് പറയുന്ന പോയിന്റാണ് MC-യും MR-ഉം തുല്യമാവുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, MC-MR-ഉം തുല്യമാവുന്ന പോയിന്റ് C. അപ്പൊ അതിൽ നിന്ന് താഴേക്ക് നമുക്കൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലഭിക്കും. ദാറ്റ് ഈസ് OQ. OQ is the equilibrium level of output. Okay, then ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു പോയിന്റില് AC കുറവാണ്, ഇതിനേക്കാൾ MC-യേക്കാൾ കുറവാണ്. അതേപോലെ തന്നെ MR-നേക്കാളും കുറവാണ് AC എന്ന് പറയുന്നത്. ഓക്കെ, then ഈ ഒരു ഫേമിന്റെ യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു AC-യും MR-ഉം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. AC-യും MR-ഉം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും യൂണിറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന, ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ AC-യും AR-ഉം അല്ലെങ്കിൽ AC-യും MC-യും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു ഡിഫറൻസിൽ മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ ദിസ് ഈസ് ദ യൂണിറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. Okay, this is the maximum unit profit. Okay,
അതായത് മാക്സിമം യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് വിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഫേമിന് ലഭിക്കുന്ന പരമാവധി ലാഭമാണ് ഈ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് ടോട്ടൽ പ്രോഫിറ്റ് എന്തായിരിക്കും, ആ ഒരു ഫേമിന് ആ ഒരു മാർക്കറ്റിനകത്തുള്ള എല്ലാ ഫേമുകളുടെയും ടോട്ടൽ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം, ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ മാർക്കറ്റ് ലഭിക്കാം. അപ്പൊ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് okay, that is ഇത്രയും ഭാഗം O A ഓക്കെ. അപ്പൊ ഞാൻ 4 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി സി ഡി എന്ന് പറയുന്ന ഭാഗം അല്ലെ. അപ്പൊ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് എല്ലാ ഫേമിന്റെയും ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്ടാംഗിളിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിനെ അവിടെ ആകെ എത്ര ഔട്ട്പുട്ട് ഉത്പാദിപ്പിച്ചിട്ടുണ്ടോ എന്നതിന്, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, എത്ര ഔട്ട്പുട്ട് സെല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇവിടെ നോക്കാം, ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ആവറേജ് റവന്യൂ അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ, പ്രൈസ് അല്ലെ, ഇതെല്ലാം തുല്യം. ഈ പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ആവറേജ് കോസ്റ്റ് കുറച്ചാൽ മതി. അപ്പൊ ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ലഭിക്കും. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിനെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ മാർക്കറ്റ് ലഭിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് പൈ ഇസ് ഈക്വൽ ടു എന്താ, പൈ ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, then what is total revenue? ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P into Q ആയിരിക്കും. P into then what will be the total cost of the firm? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആവറേജ് കോസ്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം പ്രോഫിറ്റ് പൈ ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് അല്ലെ. അതായത് P ഇൻറ്റു Q മൈനസ് AC ഇൻറ്റു Q എന്ന് ലഭിക്കും. ഓക്കെ, അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് Q ഉണ്ട്. അപ്പൊ Q പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു AC മൈനസ് P. അത് നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ടതാണ് അല്ലെ, AC മൈനസ് P ഓർ P മൈനസ് AC. പൈ ഈസ് ഈക്വൽ ടു എന്താ കിട്ടാം, Q കോമൺ ആയിട്ട് എടുക്കാം, Q ഇൻറ്റു P മൈനസ് AC. ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമാണ്, P എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, AC എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റി. അതായത് ഒരു യൂണിറ്റ് പ്രൈസിൽ നിന്ന് ആവറേജ് കോസ്റ്റ് കുറച്ച് ആകെ ഉത്പാദിപ്പിച്ച അല്ലെങ്കിൽ ആകെ ഉത്പാദിപ്പിച്ച് വിറ്റഴിഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു മാർക്കറ്റിനകത്ത് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് ലഭിക്കും. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഓക്കെ, അപ്പോ ഇത്തരത്തില് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഷോർട്ട് പീരീഡില് ഇക്വിലിബ്രിയത്തില് എത്തുന്നുണ്ട്. അപ്പോ ഈ മാർജിനൽ അപ്രോച്ചിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഈ MC എന്ന് പറയുന്നത്, MC കർവ് എന്തിനോട് തുല്യമായിരിക്കണം, MR കർവിനോട് തുല്യമായിരിക്കണം. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് MC ഈക്വൽ ടു MR. Then സെക്കൻഡ് കണ്ടീഷൻ എന്താ, നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, അതായത് ഈ MC
കർവ് അല്ലെങ്കിൽ എം സി കർവ് ഇൻക്രീസിംഗ് ആവുന്ന പോർഷനിലാണ് എന്താണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഇതിന്റെ മുന്നത്തെ ഭാഗത്തൊന്നും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഭാഗത്ത് എം സി ഇൻക്രീസിംഗ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫേംസ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം അണ്ടർ മാർജിനൽ കോൺസെപ്റ്റ് ഈസ് എം സി മസ്റ്റ് ബി ഈക്വൽ ടു എം ആർ. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, എം സി കർവ് ഷുഡ് ഇൻക്രീസിംഗ് ആയിട്ട് മാറണം. സോ എം സി ഷുഡ് കട്ട് എം ആർ കർവ് ഫ്രം ബിലോ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് മാർജിനൽ അപ്രോച്ചിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പൊ ഈ ഒരു രണ്ട് കോൺസെപ്റ്റുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കണം. ആ രണ്ട് കോൺസെപ്റ്റുകൾ ഞാൻ ഇതിന് താഴെ എടുത്ത് എഴുതാൻ വേണ്ടി പോവാം. Then the first condition of the equilibrium, first condition is MC equal to MR. അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനോട് തുല്യമാണ്. Then രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC should cut MR from below. Okay, MR from below. അതല്ലാന്നുണ്ടെങ്കിൽ എം സി കർവ് ഇൻക്രീസിംഗ് ആയിരിക്കും. So these are the two conditions for an equilibrium of a firm under perfect competition under marginal approach. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.